പിസയോ സാൻഡ്വിച്ചോ രണ്ടിൻ്റെയും ബെസ്റ്റ് കോമ്പിനേഷൻ. മെൽട്ടായ ചീസും എഗ്ഗും ക്രിസ്പിയായ ബ്രെഡും ചേർന്ന് ഈ എഗ് സാൻഡ്വിച്ച് പിസ്സ കണ്ടാൽ തന്നെ വായിൽ വെള്ളമൂറും. കണ്ടാൽ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. അപ്പോൾ നമുക്കിനി കിഡിലൻ എഗ് സാൻഡ്വിച്ച് പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ഹോം മെയ്ഡ് പിസ്സ ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോളും. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. സവാള ഒരു 3 ടീസ്പൂൺ, ക്യാരറ്റ് ഒരു 2 ടീസ്പൂൺ, തക്കാളി ഒരു 2 ടീസ്പൂൺ, അതുപോലെ എരിവിന് ആവശ്യമായ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അടുത്തതായി നമുക്ക് ഒരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെജ് മയോണൈസും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് പിസ്സ സോസാക്കി മാറ്റുകയാണ്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് പിസ്സ സോസാക്കി മാറ്റാം കേട്ടോ. പിസ്സയുടെ ബേസിൽ നമുക്ക് തേക്കാനുള്ള സോസാക്കി മാറ്റി. അപ്പോൾ ഇതാണ് ടൊമാറ്റോ മയോണൈസ് സോസ്. ഇനി നമുക്ക് 2 മുട്ടയാണ് ആവശ്യം. നമ്മൾ 2 മുട്ട യൂസ് ചെയ്യുന്നുള്ളൂ. അതൊരു പാത്രത്തിലേക്ക് നമ്മൾ പൊട്ടിച്ച് വയ്ക്കുകയാണ്. പൊട്ടിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെഡ് കൊണ്ടാണല്ലോ നമ്മുടെ ബേസ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ട്രയാങ്കിൾ ഷേപ്പാക്കി മാറ്റണം കേട്ടോ. അപ്പോൾ 5 ബ്രെഡും ഇങ്ങനെ ഓരോരോ ട്രയാങ്കിൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കുന്നു കേട്ടോ. ഇനി ഒരു ഫ്രൈങ് പാൻ എടുത്ത് ചൂടായ ശേഷം ഒരു ക്യൂബ് ബട്ടർ അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബ്രെഡ് പീസസ് ഓരോന്നായി എടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു പൂ പോലെ നമുക്ക് ഒരു സർക്കിളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ മുട്ട എഗ്ഗ് ബാറ്റർ ഉണ്ടാക്കിയില്ല, ആ ബാറ്റർ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോരോ ഗ്യാപ്പായിട്ട് ഫില്ല് ചെയ്ത് ബാക്കി വന്നത് അതിന് മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം കേട്ടോ. അങ്ങനെ 2 സൈഡും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് മറിക്കാനുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് മറിച്ചിടാമേ. ഇനി നമുക്കിതിൻ്റെ ബേസ് നമ്മുടെ സോസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസ് ക്രിയേറ്റ് ചെയ്യാമേ. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പിസ്സ സോസ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോ ഗ്യാപ്പ് നന്നായി ഫില്ല് ചെയ്ത് ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായി നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 4 ഐറ്റം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ്. ഇനി നെക്സ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ആവണ പോലെ ഇട്ട് കൊടുത്തോളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ കയ്യിൽ വരുന്നത് ചീസ് സ്ലൈസായിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ചീസും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ചീസ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഒറിഗാനോയുടെ സ്മെല്ല് തന്നെ പിസ്സയ്ക്ക് ഭയങ്കര ഒരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതേപോലെ അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല ക്രിസ്പിയും അതായത് നല്ല മണമുള്ള അടിപൊളി ഹോം മെയ്ഡ് എഗ് സാൻഡ്വിച്ച് പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത്രയും ചീസിയും നല്ല ബ്രെഡിൻ്റെ ക്രിസ്പിനെസ്സും എല്ലാം കൂടെ നല്ല അടിപൊളിയായി വെജിറ്റബിൾസും എല്ലാം കൂടെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. പകർത്തിയതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ചീസും എല്ലാം വന്നപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന പിസ്സയെക്കാളും ഇതൊരു 2 മടങ്ങ് ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനുമാണ്. അപ്പോൾ കുഞ്ഞുമക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ ഹോം മെയ്ഡായിട്ട് അവർക്ക് പിസ്സയും ബർഗറും ഒക്കെ ആണല്ലോ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇതേപോലെ വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുകയും അവർ പുറത്തുനിന്നൊന്നും വേണമെന്ന് പറയില്ല. അപ്പോൾ നമ്മുടെ പുതിയ റെസിപ്പി ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.